ഒരു ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റിന്റെ അടിയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന നെയിം കോളിംഗ് എന്തൊക്കെ രീതിയിലാണ്. ദേഷ്യം വന്നാൽ എനിക്ക് പിടിച്ചാ കിട്ടത്തില്ല. പക്ഷെ തെറിയുടെ കാര്യത്തിൽ ഞാൻ വെജിറ്റേറിയൻ. അത് ഞങ്ങളുടെ ഭാഗ്യം. വെജിറ്റേറിയൻ തന്നെ ഇത്ര വെച്ചാല് നോൺ വെജിറ്റേറിയൻ എന്തായിരിക്കും? Again, I can understand. അച്ഛനെ ടാർഗറ്റ് ചെയ്ത് വരുന്നതാവാം. ഇവനല്ല പറഞ്ഞത്, നിന്നെ. അതായത് എന്റെ വീട്ടിൽ ഇരിക്കുന്ന അച്ഛനെയും അമ്മയും, എന്റെ അച്ഛൻ വീണ്ടും ഒരു പബ്ലിക് ഫിഗർ ആണ്, പറഞ്ഞോട്ടെ. തന്തയ്ക്ക് പറഞ്ഞോ, പറഞ്ഞോ, പക്ഷെ എന്നെ ഒന്നും പറയരുത്. എല്ലാ മേഖലയിലും അതിൻ്റെതായ നല്ലതും മോശവും ഉണ്ട്. ഓ, എന്താ ആത്മാർത്ഥതയുള്ള കൂട്ടുകാരെ കുറച്ച് ചവിട്ടിയമ്പ ചെന്നാണ്ടല്ല. ഇന്നത്തോടെ നീയായിട്ടുള്ള പൊറുതി മതിയാക്കി കൂടും കുടുക്കെടുത്ത് സ്ഥലം വിട്ടോളാം. ഒരു സിനിമേനെയും അനാവശ്യമായിട്ട് മോശം പറയാതെ സത്യമായ അഭിപ്രായം പറഞ്ഞു പോകുന്ന റിവ്യൂവേഴ്സും ഉണ്ട്. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. അതൊക്കെ വെറും ചടങ്ങല്ലയോ. എന്റെ റെക്കമെൻഡേഷനിലെ കാര്യങ്ങൾ ഓടത്തുള്ളൂ. ഇദ്ദേഹത്തിന്റെ സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കര രസമാണ്. മലങ്കൾട്ടീസ് മലങ്കൾട്ട്. ഇത് സെലക്റ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാര് അതേപോലെ അവർ ചെയ്യുന്ന മിസ്റ്റേക്കിന് നമ്മൾ അതിനുള്ള ലീഗൽ ആക്ഷൻ സീക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. എന്റെ ജോലി തടസ്സപ്പെടുത്തിയ ഞാൻ പരാതി കൊടുക്കും. ഇത് വെച്ച് ഞാനൊരു പണിയും മക്കളെ. ഇതും അവസാനത്തെ സിനിമയാക്കാനാണ്, ഇങ്ങനെ അവഹേളിക്കപ്പെടുന്ന അവസാനത്തെ സിനിമയാക്കി മാറ്റാനേ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. അവന്റെ 3 പടമാണ് അടുത്ത് ജീറ്റ്. ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പടത്തിന്റെ ടീസർ കൊള്ളാം. പടം എന്താവും ദൈവത്തിനറിയാം. ഇനിയും ഇൻഡിപെൻഡന്റ് ആയ പ്രൊഡ്യൂസേഴ്സിന് റിസ്ക് എടുക്കാൻ തോന്നണം. അതിനുള്ള ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് സേഫ്റ്റി മലയാളം സിനിമ കൊടുക്കണം. ഞാൻ രക്ഷപ്പെടുന്നതോടൊപ്പം ഇവിടുത്തെ മലയാള സിനിമ, സാഹിത്യം, സംസ്കാരം ഇവയെല്ലാം ഒന്നോടെ രക്ഷപ്രാപിക്കും. ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഓടുന്നത്. സിനിമ തന്നെ എന്തൊരു അലമ്പാണ്. അല്ലെങ്കിലും നീയൊന്നും എന്നെ അർഹിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.